എന്റെ ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. കംപ്ലീറ്റ് സീനാണ് മച്ചാണ്. നെയ്യാനെ വിളിക്കേണ്ടി വരുമോ? ഇവിടെ ഇപ്പം വീട്ടിലേക്ക് ഇങ്ങനെ തിരിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥ തന്നെയാണ്. എനിക്ക് വീട്ടിലേക്കും പോവാനൊന്നും പറ്റില്ല. അല്ല ഞാൻ ഇവിടെ കൊണ്ട് നാട്ടിലേക്ക് വിട്ടാലോ എന്നറിയാം. എനിക്കൊരു ഐഡിയ ഇഷ്ടമാണ്. അവളെ ഫ്രണ്ടിന്റെ ഫ്ലാറ്റിൽ നിന്ന് ഇപ്പം ജസ്റ്റ് ഇറക്കി കൊണ്ടുവന്നതാണ്. അവളെ വേറെ സീനാണ്. അതുകൊണ്ട് തന്നെ അത് അവിടെ നിൽക്കാൻ പറ്റില്ലെങ്കിൽ ഒന്നാമത് ഇപ്പോൾ അറിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല എൻ്റെ അടുത്ത് ഇവിടെ ഒരു കസിൻ ഉണ്ട്. ആ ചങ്ങായിക്ക് ഏകദേശം അവിടെ അറിഞ്ഞിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ചേട്ടാ നമുക്ക് ഇന്ന് തന്നെ പോയിട്ട് എന്തെങ്കിലും താലി എന്ന് വെച്ചാൽ താലി കെട്ടണം, മാല ഇടണം. ലേറ്റ് ആയിട്ടല്ലേ? എന്ത് ചെയ്യാൻ? ഇതിപ്പോ എന്റെ തെറ്റ് പോലെയാണല്ലോ പറയുന്നത്. വൈകുന്നേരത്തിന് ഉച്ചയ്ക്ക് മുന്നേ വരാൻ പറഞ്ഞല്ലേ ഞാൻ. ട്രെയിൻ ലേറ്റ് ആയി ഞാൻ എന്ത് ചെയ്യാനാ? സീരിയസ്നെസ് എനിക്ക് അറിഞ്ഞൂടെ എന്തെങ്കിലും. നിങ്ങൾക്ക് ഏട്ടന്മാരും മണ്ടന്മാരും എല്ലാം കൂടി കെട്ടിയെടുത്ത് അത് വേറെ സീനാണ്. ആദ്യം എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞതാണ് എല്ലാം നോക്കിയിട്ട് വന്നാൽ മതിയാണ്. നീ എന്തിനപ്പോ ഇത്രയും നേരം ചാടി ഇറങ്ങി പുറപ്പെട്ടു? പിന്നെ ഞാൻ എന്ത് ചെയ്യണം അത് പറ. അവിടെ എനിക്ക് വേറെ വീട്ടിൽ കല്യാണം ആലോചിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞില്ല 2 ദിവസം അറിയാണ്ട് വെറുതെ സംസാരിക്കരുത്. കുറച്ച് ദിവസം കൂടി നിൽക്കാൻ പറഞ്ഞല്ലോ എൻ്റെ അടുത്ത് ഞാൻ. പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക ഫ്രണ്ടിനെ. ഇത് ഒഴിവാക്കുന്ന രീതിയിലാണ് സംസാരിക്കാറാണ്. തന്നെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതല്ല. സീരിയസ് നിനക്ക് കാര്യത്തിന്റെ ഒരു ഗൗരവം മനസ്സിലാക്കി. വിവരമില്ലാതെ അവിടെ ചാടി കൂടി പുറപ്പെട്ടു ഒറ്റയ്ക്ക് എന്ത് കാര്യത്തിലാണ് നീ പറഞ്ഞില്ല? വിവരമില്ലാണ്ടല്ല, അവിടെ വീട്ടിൽ കല്യാണം അല്ല ഒരിക്കൽ എനിക്ക്. ഞാൻ പിന്നെ എങ്ങനെ അവിടെ നിൽക്കും? അപ്പൊ ഞാൻ വേറെ ആളുടെ കൂടെ കെട്ടിപ്പോയിക്കോട്ടെ എന്നല്ലേ? അപ്പൊ ഇത്ര നാൾ നമ്മൾ സ്നേഹിച്ചതൊക്കെ വെറുതെ. ഞാൻ വെറും മന്ദബുദ്ധി. പറയണ്ട, നിങ്ങൾ ആണുങ്ങൾക്ക് ഇതുപോലെ തന്നെയാ. ഹലോ, കുറച്ച് പ്രശ്നമാണ്. ഞാൻ ഇപ്പൊ എവിടെയുള്ളത്? ആയിക്കോട്ടെ ഞാൻ എന്നാലും അങ്ങോട്ട് വരാം. വാക്ക് മാറ്റം വേണ്ട. എടാ ഞാൻ വാക്ക് മാറ്റുന്നില്ല. നീ അത് കാര്യം ഒന്ന് മനസ്സിലാക്കി. ഒന്നാമത് നിനക്ക് നിന്റെ ഫാമിലിനെ പറ്റി നല്ല അറിയാലോ. അതറിഞ്ഞോണ്ട് തന്നെയല്ലേ എന്നെ സ്നേഹിച്ചത്. അതുകൊണ്ട് ഇങ്ങനെ മണ്ടത്തരം കാണിക്കണം എന്നല്ല പറഞ്ഞേ. എടാ ഞാൻ ജസ്റ്റ് മറ്റൊരു പുള്ളിനെ കൂട്ടി വരാം. പുള്ളി ഇവിടെ തിരുണ്ട് മറ്റേ ഡ്രീംസിന്റെ ഹോട്ടലിന് മുന്നിൽ അവിടെ നിൽക്കുന്നുണ്ട്. വഴിയാതെ നീ ഇവിടെ നിൽക്കുന്നു. എടാ ഇവിടെ ഒറ്റയ്ക്കിട്ട് പോകാൻ പറ്റടാ. അവനൊപ്പം നിന്നെ വിളിച്ച അല്ലെ ഞാൻ നിന്നെ വിളിക്കില്ലായിരുന്നു. ഞാൻ നേരെ വെളിയും കൊണ്ട് പോകാനുള്ള പ്ലാനിലായിരുന്നു. ഇവിടുന്ന് ഒന്ന് നിൽക്കടിയാ പ്ലീസ്. ഞാൻ വരാം. വരാ വെറുതെ ഞാൻ അതിന്റെ മുകളിൽ ഇതാക്കണം. വരാന്ന് പറഞ്ഞില്ലേ? എന്നത്തെയും പോലെയല്ല. അടയാ നീ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി വിടാം. അടയാ ഞങ്ങൾക്ക് സൈക്കിൾ എടുക്കണ്ടേ? എടോ ഞാൻ ഇപ്പൊ വരാം. ചേട്ടന്റെ പേരെന്താന്ന് പറഞ്ഞേ? മുനീറോ? എന്താ ചെയ്യണേ? ചേട്ടൻ മുസ്ലിം ആണോ? ഇപ്പൊ വരുമായിരിക്കില്ലേ? പുള്ളിക്കാരൻ പറ്റിക്കോ ഇനി? എനിക്ക് അതാ പേടി. എന്നും ഒരേ ഫോട്ടോസ് അയച്ചുതരും വാട്സാപ്പില്. കണ്ണന് വാൾപേപ്പർ എന്നിപ്പോ ജിതിന്റെ ഫോട്ടോയാ. ചേട്ടന് തന്നെ ടെൻഷൻ അടിക്കണം. രാവിലെയൊക്കെ ഭയങ്കര ടെൻഷൻ തന്നെയായിരുന്നു. അതിന്റെ ഇടയിൽ ഇതൊക്കെ ഞാൻ ഒപ്പിച്ചു വന്നു. എങ്ങനെയെങ്കിലും ഒന്ന് തന്നെ നടത്തണം, അല്ലെങ്കിൽ ശരിയാവില്ല. എനിക്ക് വീട്ടിലേക്ക് പോവാനും പറ്റില്ലേ, തിരിച്ചു പോവാനും പറ്റില്ല.
ചേട്ടനൊന്നും സംസാരിക്കാണ്ടിരിക്കണേ? ചേട്ടാ സൈക്കിളിലാണോ വന്നേ? ഞാൻ സൈക്കിളിൽ വന്നപ്പോ ബൈക്ക് ഒന്നുമില്ലേ? എന്താ ബൈക്കൊക്കെ എടുത്തുവിടാ അപ്പൊ? പെൺകുട്ടി അങ്ങോട്ടും ഇവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്നത് ശരിയല്ലല്ലോ. ആരെങ്കിലും കണ്ടാലും എന്ത് വിചാരിക്കും? അതാണ് എനിക്കും ടെൻഷൻ. ഫോൺ എടുക്കണ്ട ചേട്ടാ, എടുക്കണ്ട. ഷോ എന്താ പറഞ്ഞേ? അതെ, ചേട്ടനോട് പുറത്തൊക്കെ പോവാറുണ്ടോ കറങ്ങാൻ? അതെ, എപ്പോഴും പോവോ? ഇവിടെ അടുത്താണല്ലേ മറൈൻ ഡ്രൈവ് ഒക്കെ. അവിടെ ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ ചിറ്റിനോട് പറഞ്ഞിരുന്നു വിളിക്കുമ്പോ എന്നെ കൊണ്ടുപോണെന്നൊക്കെ. ഹലോ ആ പറ, എന്താ പ്രശ്നം? ആ അപ്പൊ ഞാൻ പിന്നെ എന്താ ചെയ്യണ്ട? എനിക്ക് പറ്റില്ല. എനിക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാനും പറ്റില്ല. ഒന്നും പറയണ്ട. ഹലോ കട്ട് ചെയ്തോ അവൻ ഫോൺ. എന്നോട് പറയാം ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് എങ്ങാനും പോവാൻ. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? കട്ട് ചെയ്ത് കളഞ്ഞു. ഒന്ന് വിളിച്ചു നോക്കിയേ. ഞാൻ ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ചേട്ടാ കിട്ടണില്ല, കോൾ വെയിറ്റിംഗാ. ചേട്ടാ ഇവിടെ വന്നിരിക്കും ചേട്ടാ, എനിക്ക് പേടിയാവാ. അതില്ലാത്ത സ്ഥലം. അയ്യോ ഞാൻ എന്താ ചെയ്യാ? ഇന്ന് ശരിക്കും പറ്റിച്ചതാ. ചേട്ടാ ഞാൻ ചേട്ടന്റെ കൂടെ വരട്ടെ? എനിക്ക് എന്തായാലും വീട്ടിലേക്ക് തിരിച്ചു പോകാനും പറ്റില്ല. ഒന്നും പറ്റില്ല ചേട്ടാ. ചേട്ടാ പറയണ പോലെയല്ല. വീട്ടിലിപ്പോ എന്റെ ചേട്ടന്മാർ അറിഞ്ഞിട്ടുണ്ടാവും ഒക്കെ. കേറി നിക്കാൻ. ഞാനൊന്നും അല്ലാന്നോ? നിനക്ക് എന്തിന്റെ കുറവായിരുന്നു വീട്ടില്? മാറിക്ക ഇവിടെ മാറി. നിനക്ക് എന്തിന്റെ കുറവായിരുന്നു വീട്ടില്? ഹലോ, ആ കിട്ടിയിട്ടുണ്ട്. ആ പറഞ്ഞിട്ടൊക്കെ എങ്ങനെയാ? ഞാനല്ല മാറിന്നടാ. ഞങ്ങള് ഫ്രണ്ടെന്നാ. നിനക്ക് എന്തിന്റെ കുറവായിരുന്നു എന്റെ വീട്ടില്? അച്ഛനും ഇളയപ്പന്മാരും നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു. ഒളിച്ചോടി പോന്നേക്കണം. നീ അല്ല ഫ്രണ്ടാന്നാ? എന്നാ ഫ്രണ്ടിനെ വിളി. നീ വിളിക്കുന്നേ ഫ്രണ്ടാണോ?
ഫോൺ എടുക്കണില്ലേ? പറയാൻ കൊടു. ഇവനല്ലേ? എന്താ നിന്റെ പേരെന്താ? മുനീർ. നിനക്ക് എന്നാ പണി? ഗ്രാഫിക് ഡിസൈനർ. എവിടെ? ഉറക്കപ്പറ. ആനമ്പള്ളി. ഇതിന് വേണ്ടിയിട്ടുണ്ട് നിന്റെ പിന്നെ മോന്തണ്ടല്ലോ, മണ്ടൻ ലുക്കുണ്ടല്ലോ. ഇതിപ്പോ ഒന്നേ ചെയ്യാനുള്ളൂ. നാട്ടുകാരെല്ലാരും പറഞ്ഞു. ഇതിനോട് വീട്ടിൽ പോവാ. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. നിനക്ക് പിന്നെ ഇഷ്ടമാണോ? ആരെയും നിന്നോട് ചോദിക്കുന്നത് നിനക്ക് ഇഷ്ടമാണോ? ഇവനല്ല നിന്റെ കൂടെ ഒളിച്ചോടിയത്? ജാങ്കോ, ഞാൻ പിന്നെ പെട്ടു. നീ ഇവിടെ കല്യാണം കഴിക്കും? കഴിക്കില്ലെന്നോ? ഇവിടെ മാറാ. അവനെ പിടിച്ചേ. അവന് എവിടെ നിന്റെ ബാഗ്? മേത്തോണ്ട മേത്തോണ്ട. നിനക്കൊന്നും ഇഷ്ടമുണ്ടോ? അല്ലേ? ഇഷ്ടമല്ലേ നിനക്കോ? നീ കല്യാണം കഴിക്കും? നീ ഇവിടെ കല്യാണം കഴിക്കും? ഇതെന്താ നീ പറയണത്? നീ എന്റെ പെങ്ങളെ വിളിച്ചറിയിക്കുന്നു. ഞാൻ വിളിച്ചൊന്നുമില്ല. എന്റെ നമ്പറുണ്ട്. വിളിച്ച നമ്പറിൽ ആണ് പറയുന്നത്. നമ്പർ നോക്ക്. ഒരു കാര്യം ചെയ്യും, എനിക്ക് കുഴപ്പമില്ല. ഞാൻ എന്റെ പെങ്ങളോട് ചോദിച്ചു നോക്കും ഞാൻ എങ്ങനെ ഇവിടെ വളർത്തിയെന്ന്. ഇവിടെ എല്ലാ കാര്യവും ഞാൻ സഹായിച്ചു കൊടുക്കാറുണ്ട്. ഞാനൊന്നും ചെയ്തില്ലല്ലോ. കല്യാണം നടത്തി എന്റെ പൊന്നു സ്നേഹിതൻ പറയണ കല്യാണം നടത്തി തരാം. എനിക്ക് വേറെ വഴിയില്ല എന്നിട്ടാ. പ്ലീസ് ഞാൻ സംസാരിക്കട്ടെ പ്ലീസ്. മിണ്ടാതിരി പ്ലീസ്. ഞാൻ പറഞ്ഞേക്ക്. ഞാനിത് എങ്ങനെ സമ്മതിക്കും? എന്തുകൊണ്ട് പറ്റില്ല എന്ന് പറ. ഞാൻ നിന്റെ കൂടെ അറിയുന്നല്ലേ? നീ അല്ല വിളിച്ചോണ്ട് വന്നു. എന്റെ നമ്പർ ഇടൂ നോക്ക് ഫോണിൽ. ഇവനല്ലേ? നീ ഇവിടെ കല്യാണം കഴിക്കേണ്ടി വരും. എനിക്ക് കുഴപ്പമില്ല സുഹൃത്തെ. ഞാൻ എന്റെ പെങ്ങളുടെ ഭാഗത്താണ്. എനിക്ക് വേറെ നിവൃത്തിയില്ലാത്തോണ്ടാ. നാട്ടുകാരും വീട്ടുകാരും അച്ഛനും അമ്മ എല്ലാരും അറിഞ്ഞിട്ടുണ്ട്. ഞാനൊന്നും ചെയ്തില്ലല്ലോ. ഞാനൊന്ന് ഫോണിൽ നോക്കി എന്റെ നമ്പറുണ്ട്. ഫോണില് നീ എന്ത് നമ്പറായി പറയണത്? പിന്നെ ഞാൻ വിളിച്ചെന്ന് പറ്റിയെന്നല്ല പറയുന്നത്. ഇവിടെ മാറിയുന്നേ ആദ്യമേ. എവിടെ ഓടാൻ ശ്രമിക്കണേ? വേറെ ഓക്കെ വേറെ അവിടെ ഞാൻ പറഞ്ഞ സുഹൃത്തെ, 8-10 ഏക്കർ റബ്ബർ തോട്ടം തന്നെ ഞങ്ങൾക്ക് കാഞ്ഞിരപ്പള്ളിയിലുണ്ട്. എനിക്കതൊന്നും വേണ്ടെങ്കിലും എന്റെ കടമന്ത്ര 3 ഫ്ലാറ്റ് ഉണ്ട്. എല്ലാം നിനക്ക് എഴുതി തരാം. ഇതെങ്ങനെ നടക്കും? എന്താ പേര്? മുനീർ. ഞാൻ വിളിച്ചോണ്ടെങ്കിലല്ലേ ഞാൻ കല്യാണം കഴിക്കുന്നത്. പിന്നെ നീ എങ്ങനെ ഇവിടെ വന്നു വിട്ടത്? എനിക്ക് പ്രശ്നമില്ലെന്ന്. എനിക്ക് ആരാണെന്ന് പ്രശ്നമില്ല. എനിക്ക് എന്റെ പെങ്ങളുടെ സന്തോഷം മാത്രം നോക്കിയാൽ മതി. എനിക്ക് നീ വന്നത് എങ്ങനെ ഇവിടെ വന്നു വിട്ടെന്ന് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. എനിക്ക് ഇഷ്ടമല്ലേ ഇവനെ? അല്ലേ? നോക്ക് ഇരിക്കും. ഞാൻ പറഞ്ഞ എനിക്ക് പ്രശ്നമില്ല. എനിക്ക് പ്രശ്നമില്ല. നിനക്കെന്താണ് പ്രശ്നം? ഓക്കെ സോറി. എന്റെ ദൈവമേ. ഞാൻ അവിടെ വിളിച്ചു. നീ ടെൻഷനാവില്ല. റിലാക്സ് ചെയ്യും. ഇവനാണ് വിളിച്ചത്. ഹലോ. ഇതെന്താ? നീയാണോടാ? നീ ഇവിടെ നിൽക്കട്ടോ. ആ മാല എടുത്ത് വേറെ ഒന്നൂടെ ഉണ്ട്. മാലയും കോപ്പും പിടിച്ചോ. മാറിക്കുന്നു.
എന്തുകൂടെയാണ് പോകുന്നത്? അല്ല എനിക്കറിയാം. ഇവനെ അറിയില്ലെന്ന് പറഞ്ഞിപ്പോ ചേട്ടാ ഞാൻ കഴിച്ചു. മാറി നിൽക്കും, ഇങ്ങോട്ട് മാറി നിൽക്കാം. ഇവിടെ നിൽക്കുന്നു, ഓടരുത്. എടാ നിന്റെ പേരെന്താ പറഞ്ഞേ? എടാ നിന്റെ പേരെന്താ പറഞ്ഞേ? Ba 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 ba.